നമസ്കാരം, ഞാൻ വിധു സുന്ദർ. നമ്മൾ കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് യൂണിറ്റ് നേച്ചേഴ്സ് പ്ലെൻറ്റി. നമുക്ക് അപ്പോൾ ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നേച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ പ്രകൃതി എന്താണെന്നും പ്രകൃതി നമുക്ക് എന്തൊക്കെ തരുന്നെന്നുമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പാഠത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ ഹൗ ഫോർ ഈസ് ദ റിവർ എന്ന പാഠഭാഗമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we have to know about Ruskin Bond. Ruskin Bond ആരാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. Ruskin Bond is an Indian English writer born in Kasauli in 1934. Ruskin Bond grew up in Jamnagar, Dehradun and Simla. His first novel, The Room on the Roof, written when he was 17, received the John Llewellyn Rice Memorial Prize in 1957. Since then, he has written over 500 short stories, essays and novels, some included in the collection Dust on the Mountain and classic Ruskin Bond, and more than 40 books for children. He received the Sahitya Academy Award for English Writing in India in 1993, the Padma Shri in 1999 and the Delhi Government's Lifetime Achievement Award in 2012. റസ്കിൻ ബോണ്ട് 1934 ഹിമാചൽ പ്രദേശിലെ കസൗലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് തൻ്റെ ആദ്യത്തെ നോവൽ 17ാമത്തെ വയസ്സിലാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലിൻ്റെ പേരാണ് ദ റൂം ഓൺ ദ റൂഫ്. അദ്ദേഹത്തിന് ആ നോവലിന് ലെവലിൻ റൈസ് മെമ്മോറിയൽ പ്രൈസ് 1957 ലഭിക്കുകയുണ്ടായി. അദ്ദേഹം അതിനുശേഷം 500-ൽ പരം ഷോർട്ട് സ്റ്റോറികളും എസ്സേകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളായ ഡസ്റ്റ് ഓൺ ദ മൗണ്ടൻസിലും ക്ലാസിക് റസ്കിൻ ബോണ്ടിലും ഈ കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടി 40-ൽ പരം ബുക്കുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് 1993 ലഭിക്കുകയും പത്മശ്രീ 1999 ലഭിക്കുകയും ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2012 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. Now we can move to the prose. How far is the river? How far is the river എന്ന് പറയുന്ന പാഠഭാഗം ഒരു 12 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ പ്രകൃതിയെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയെക്കുറിച്ചാണ്. അവൻ്റെ ക്യൂരിയോസിറ്റി കാരണം എന്ത് ചെയ്യുന്നു? അവൻ യാത്ര തിരിക്കുകയാണ്. ആ റിവറിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു കഥയാണ് ഹൗ ഫാർ ഈസ് ദ റിവർ. ഈ കഥയിൽ നമ്മുടെ റസ്കിൻ ബോണ്ട് ഒരു 12 വയസ്സുകാരൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച്, ആ 12 വയസ്സുകാരൻ്റെ സൈക്കോളജി നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പാഠഭാഗമാണ് ഹൗ ഫാർ ഈസ് ദ റിവർ. സോ നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ lesson. All of you please take your textbooks. How far is the river? Ruskin Bond. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy, and untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. So, between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The boy was standing in front of a mountain. The mountain was between what? Between the river and the boy. ആ ബോയുടെയും ആ റിവറിൻ്റെയും നടുക്കായിട്ട് എന്തുണ്ട്? ഒരു വലിയ മൗണ്ടൻ ഉണ്ട്. അവൻ ആ മൗണ്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹി നോസ് ദാറ്റ് ദർ ഈസ് എ റിവർ ബിയോണ്ട് ദ മൗണ്ടൻ. ആ മൗണ്ടൻ്റെ അപ്പുറത്തായിട്ട് എന്തുണ്ടെന്ന് അവനറിയാം. ഒരു നദി ഉണ്ടെന്ന് അവനറിയാം. പക്ഷേ അവൻ ആ നദി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ദ മൗണ്ടൻ വാസ് ഹൈഡിങ് ദ റിവർ ഫ്രം ഹിം. ആ നദിയെ ഈ മൗണ്ടൻ എന്ത് ചെയ്യാണ്? അവനിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had knew of it, of the fish in its waters and of its rocks.
He wished to touch the water and know it personally. So the mountain was hiding the river from him. The mountain was hiding. There was a word hid. What does the word hid mean? The hid means that to conceal. മറച്ചു വെക്കുക എന്ന് പറയാനാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഹിഡ് എന്ന വാക്ക്. ഹിഡ് ഈസ് ദ പാസ്റ്റ് ഫോം ഓഫ് വാട്ട്? ഹൈഡ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ. So what is the meaning of the word hid? The meaning of word hid is to conceal. മറച്ചു വെക്കുക. So the mountain was concealing, but the mountain was hiding what? The river from the boy. But he knows that there was a river. അവൻ അറിയാമായിരുന്നു എന്താണ്? ഈ മൗണ്ടൻ അപ്പുറത്ത് ഒരു നദി ഉണ്ടെന്ന്. He had heard of it, of the fish in its water and of its rocks. So he had heard of the fish and about the rocks in that water. From where? From the villagers. അവിടുത്തെ ആൾക്കാരിൽ നിന്ന്, ആ ഗ്രാമവാസികളിൽ നിന്ന് എന്താണ്? അവൻ അറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മീനുകളെക്കുറിച്ചും അവിടെയുള്ള പാറകളെക്കുറിച്ചുമൊക്കെ അവന് അറിഞ്ഞിട്ടുണ്ട്. He wished to touch the water and know it personally. He wished to touch the water and know it personally. അവൻ എന്താണ്? അവൻ ആ നദിയെക്കുറിച്ച്, ആ നദിയിൽ തൊടണമെന്നും ആ നദിയെക്കുറിച്ച് അറിയണമെന്നും സ്വന്തമായി ഒന്ന് തൊട്ട് അനുഭവിച്ച് അറിയണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു. He stood in front of his house on the hill opposite to the mountain and gazed across the valley, dreaming the river. He was about 12 years old, a steady boy, with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. So what was the boy doing? He stood in front of his house on the hill opposite to the mountain and gazed across the valley, dreaming of the river. So the boy was standing. Where? Standing on a hill opposite to that mountain. അവൻ ആ മൗണ്ടൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹില്ലിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ മൗണ്ടനിലേക്ക് നോക്കി വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹി വാസ് ഗേസിങ് അറ്റ് ദാറ്റ് മൗണ്ടൻ. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് ഗെയ്സ്? ടു ലുക്ക് അറ്റ്. അപ്പം എന്താണ് ഗെയ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നോക്കുക. അവൻ ആ മൗണ്ടനിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ നോക്കി നിൽക്കുകയാണോ? അല്ല. He was gazing that and he was dreaming of that river and his travel to that river. അവൻ ആ നദിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഇങ്ങനെ സ്വപ്നം കണ്ട്, ഇങ്ങനെ ആ നദിയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് സ്വപ്നം കണ്ട്, ആ നദിയിൽ തൊടുന്നതും ആ നദിയിൽ ഇറങ്ങി കുളിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് ആ മൗണ്ടനിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആര്? നമ്മുടെ കുട്ടി. He was about 12 years old, a steady boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. So, അടുത്ത സെന്റൻസിൽ എന്താണ് പറയുന്നത്? അടുത്ത സെന്റൻസിൽ അവൻ്റെ അപ്പിയറൻസിനെ കുറിച്ചാണ്, അവൻ്റെ ലുക്കിനെ കുറിച്ചാണ് പറയുന്നത്. How he was a 12-year boy and moreover he was a steady boy. നല്ല എന്താണ് സ്റ്റഡി ബോയ് എന്ന് പറഞ്ഞാൽ? അവന് നല്ല ആരോഗ്യമൊക്കെയുള്ള ഒരു 12 വയസ്സുകാരൻ്റെ ആരോഗ്യമൊക്കെയുള്ള നല്ല ഒരു അല്പം തടിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മുടെ ഈ 12 വയസ്സുകാരൻ. And he has an untidy black hair and a shining black eyes. His hairs were untidy and his eyes were black. നല്ല കറുത്ത കണ്ണുകളും അതുപോലെ തന്നെ ഉഴപ്പിയ മുടിയുമൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മുടെ 12 വയസ്സുകാരൻ. And he had fine features and a clear brown skin. അവൻ നല്ല സൗന്ദര്യമുള്ള, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പോലെ തന്നെ എങ്ങനെയാണ് അവൻ്റെ സ്കിന്നിൻ്റെ കളർ എങ്ങനെയാണ്? he has a fine brown skin എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു ഇരുനിറമുള്ള ഒരു കുട്ടിയായിരുന്നു, ഇരുനിറമുള്ള സൗന്ദര്യവാനായ ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മുടെ 12 വയസ്സുകാരൻ. But his hands and feet were rough and scratched. അവൻ്റെ കാലുകളും കൈകളും ഒക്കെ എങ്ങനെയായിരുന്നു? rough and scratched ആണ്. Why was his hands and legs rough and scratched? His hands and legs were rough and scratched because he walked barefooted. അവൻ ചെരുപ്പുകളില്ലാതെയാണ് നടക്കുന്നത്. അവന് ചെരുപ്പ് മേടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? No. He can afford to buy. Afford എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിക്കാൻ കഴിയും. But he was not buying a shoe or a slipper for his legs because
He liked to walk barefooted. അവൻ എന്താണ്, അവന് ചെരുപ്പില്ലാതെ നഗ്നപാതനായി നടക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്താ ചെയ്യുന്നത്, അവൻ ഷൂ ഒന്നും മേടിക്കാതെ barefooted ആയിട്ട് എന്ത് ചെയ്യുന്നത്, നടക്കുന്നു. So let's look into the paragraphs once again. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. He stood in front of his house on the hill opposite to the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a steady boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ രണ്ടു വട്ടം വായിച്ചു. ആദ്യത്തെ ഒരു 3 പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. സോ യു ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ എന്താണ്, ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യുക, വായിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം.